ഹായ് വെൽക്കം ബാക്ക്. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അതപ്പോൾ തേങ്ങ ചിരകുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും തേങ്ങ വെച്ചിട്ട് എന്തോ ഉണ്ടാക്കാൻ പോവാന്ന്. തേങ്ങ മാത്രമല്ല, നമ്മുടെ ഇന്നത്തെ മെയിൻ ഐറ്റം കപ്പയാണ് കേട്ടോ. നാട്ടിലൊക്കെ എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണല്ലോ കപ്പ. അപ്പോൾ ഇപ്പം ഞാൻ UAE-ലാണുള്ളത്. നല്ലൊരു കപ്പ കിട്ടിയപ്പോൾ പാൽക്കപ്പ ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് തേങ്ങ ഒക്കെ ചിരകിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം 1 കിലോ കപ്പ വരും. കഴുകി ക്ലീൻ ആക്കിയിട്ട് ഏകദേശം 1 കിലോ ഓളം വെയിറ്റ് വരുന്ന കപ്പയാണ് കേട്ടോ. അതിനെ നന്നായി ചെറുതാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുക്കുകയാണ്. കപ്പ മേടിക്കുമ്പോൾ എപ്പോഴും നമ്മളൊന്ന് പൊട്ടിച്ച് നോക്കിയിട്ട് മേടിക്കുക. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ബ്ലാക്ക് കളേഴ്സോ അല്ലെങ്കിൽ ഒരുപാട് ഞാര് കാണുന്ന രീതിയിലുള്ള കപ്പകളോ അത് കൂടുതലും എടുക്കാതിരിക്കുക കേട്ടോ. അത് വേവിച്ച് വരുമ്പോൾ ചിലപ്പോൾ അധികം വെന്തുടയാത്ത ടൈപ്പോ അല്ലെങ്കിൽ ഒരുപാട് ഞാരായാൽ നമുക്ക് പാൽക്കപ്പ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല, നമുക്ക് കഴിക്കാനും അത്ര സുഖം കിട്ടില്ല. അപ്പോൾ കപ്പ മേടിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹാഫാക്കി കട്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളെങ്ങനെയാണോ, നല്ല ക്ലീനാണോ, നല്ല വൈറ്റ് കളർ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മേടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ കപ്പ ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. 1 കിലോ കപ്പയ്ക്ക് ഞാനിവിടെ അരമുറി തേങ്ങയുടെ പാലാണ് എടുക്കുന്നത്. നമുക്കിപ്പോൾ 1-ാം പാലും 2-ാം പാലും അങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അത് രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് തന്നെ ആക്കി വെച്ചാൽ മതിയാവും. കപ്പ വേവിക്കാനുള്ള വെള്ളം നന്നായി ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച കപ്പ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കപ്പ ഫുള്ള് കവറായി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം എടുക്കാൻ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അധികം ടൈമൊന്നും ഇത് വേവാൻ വേണ്ട. ഒരു 5 to 7 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ കപ്പ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ വെന്ത് കിട്ടും കേട്ടോ. നമുക്കിതിപ്പോൾ മൊത്തം ഉടഞ്ഞു പോവണ്ട, അല്ലാണ്ട് ഉടക്കാൻ പാകത്തിന് കപ്പ വെന്ത് കിട്ടുകയാണ് വേണ്ടത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കി വെക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടാൽ മനസ്സിലാവും ഫുള്ള് ഉടഞ്ഞിട്ടില്ല, പക്ഷേ നമ്മളൊന്ന് മാഷ് ചെയ്താൽ അത് ഉടയുന്ന രീതിയിലേക്ക് ഇത് ഫുള്ള് വെന്ത് കിട്ടി. ഇനി ഇതിലെ വെള്ളമൊക്കെ ഫുള്ളായിട്ട് ഊറ്റിക്കളഞ്ഞിട്ട് തീരെ വെള്ളമില്ലാത്ത രീതിയിൽ കപ്പ ഈ പാത്രത്തിലോട്ട് തന്നെ തിരിച്ചിടാം. ഒട്ടും വെള്ളം ഇല്ലാണ്ട് വേണം കേട്ടോ പിന്നെ ഇതിലേക്ക് കപ്പ ഇടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്കൊരു 4-5 ചുവന്നുള്ളി, അതുപോലെ 2 വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളകും കൂടിയിട്ട് ചതച്ചെടുക്കണം കേട്ടോ. അത് ഇതിലേക്ക് ആഡാക്കുന്നതിൻ്റെ മുന്നേ കപ്പ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക നമുക്ക്. അതിലത്തെ കൂടുതൽ കപ്പകളും ഉടഞ്ഞു കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് ഉടച്ചെടുക്കുക കേട്ടോ. കുറച്ച് പീസസ് നമുക്ക് കടിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയാക്കി വെക്കാം. എന്നിട്ട് ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ. കപ്പയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കപ്പൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ വെന്തുടഞ്ഞാലാണ് ഈ പാൽക്കപ്പൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ. ഒരുപാട് കപ്പ പീസായിട്ട് കിടന്നാൽ കഴിക്കാനും അത്ര രസം ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരമുറി തേങ്ങയുടെ പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 1-ാം പാലും 2-ാം പാലും കൂടിയിട്ട് അരമുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കപ്പയുടെ സെയിം അളവിൽ വരുന്ന രീതിയിൽ വേണം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാൻ. ഇങ്ങനെ കാണുമ്പോൾ ഇതിൽ തേങ്ങാപ്പാൽ കുറച്ച് കൂടുതലുള്ള പോലെ തോന്നും, പക്ഷേ ഈ കപ്പയും പാലും കൂടിയിട്ട് നന്നായി മിക്സാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിലേക്ക് എത്തും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. ഇതിപ്പോൾ ശരിക്കും കമ്പൈൻ ചെയ്ത് വന്നാൽ ഇതുപോലെ ഉണ്ടാവും. ഇപ്പോഴൊന്നും ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ടില്ല. ഇത് ഫുള്ളായിട്ട് മിക്സ് ആയതിൻ്റെ ശേഷം മാത്രം ഗ്യാസ് ഓണാക്കിയിട്ടിട്ട് കുക്കാക്കുകയാണ് വേണ്ടത് കേട്ടോ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു ചെറിയ തള വരുന്നത് വരെ കൈവിടാണ്ട് ഇളക്കിയിട്ട് കുക്കാക്കി എടുക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ ചെറുതായിട്ട് തിളമൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരുപാടിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ജസ്റ്റ് ഗ്യാസ് ഓഫാക്കിയിട്ട് നമുക്കിത് നെക്സ്റ്റ് സ്റ്റെപ്പ് താളിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത് മൂടി വെച്ചിട്ട് നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ചെറിയ പാന് ചൂടാക്കിയിട്ട് അതിലാവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. കോക്കനട്ട് ഓയിൽ തന്നെ മാക്സിമം എടുക്കാൻ നോക്കുക, ഓയിലൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വന്നാൽ ആദ്യം ഇതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകൊക്കെ പൊട്ടി വന്നാൽ നമ്മുടെ ചുവന്നുള്ളി ഇല്ലേ, ചെറുള്ളി,
അത് സ്ലൈസ് ചെയ്തത് ഒരു 3 ഉള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടി കേട്ടോ. ഉള്ളി ഒന്ന് കുറച്ച് ബ്രൗൺ കളറായിട്ട് മൊരിഞ്ഞ് വരുന്നവരെ നമുക്ക് എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നെക്സ്റ്റ് ഇതിലേക്ക് ഒരു വറ്റൽമുളകൊക്കെ ആഡ് ആക്കുകയാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വറ്റൽമുളക് ആഡ് ആക്കാം കേട്ടോ. വറ്റൽമുളകും പിന്നെ അത്യാവശ്യം കറിവേപ്പിലയും കൂടിയിട്ട് ആഡ് ആക്കിയിട്ട് ഒന്ന് മൊരിയിപ്പിച്ചെടുത്തിട്ട് ഈ കപ്പയുടെ മേൽക്കൊന്ന് തളിച്ചൊഴിക്കുകയാണ്. പാൽക്കപ്പ അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട്. ഇനി താളിച്ചത് കപ്പയിലേക്ക് നല്ലോണം മിക്സ് ആക്കി എടുക്കുക കേട്ടോ. താളിച്ചത് കപ്പയിലിട്ടിട്ട് നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഞാൻ കപ്പ വേവിക്കുമ്പോൾ കപ്പയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ തേങ്ങാപ്പാലിലൊന്നും ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവ് തോന്നി. അപ്പോൾ അതാ ഞാൻ കുറച്ചും കൂടിയും ഉപ്പ് ഇതിലേക്ക് ആഡ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് ഉപ്പായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണം. കപ്പയിൽ അത്യാവശ്യം ഉപ്പുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഉപ്പിടേണ്ട ആവശ്യമില്ല. പിന്നെ അത് തേങ്ങാപ്പാലിൽ ഉപ്പ് ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പോൾ രണ്ടാമത് ഉപ്പിട്ടത്. ഇനി ഇതാ നമ്മൾ സെർവ് ചെയ്യാൻ പോവുകയാണ്. ഇതിലേക്ക് കോമ്പിനേഷനായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നല്ല എരിവുള്ള മീൻ കറിയോ അല്ലെങ്കിൽ ബീഫ് വരട്ടിയതോ ചിക്കൻ കറിയോ എന്താണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ അധികം സ്പൈസി അല്ലാത്തൊരു കപ്പായതുകൊണ്ട് കുറച്ച് എരിവുള്ള കറി ആഡ് ചെയ്യണതാവും ഒന്നും കൂടിയും ബെറ്റർ. ഞാനിപ്പോൾ ഇതാ നല്ല അത്യാവശ്യം എരിവുള്ള ബീഫാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ കറി ഇല്ലെങ്കിലും നമ്മളുടെ ഉള്ളിയും മുളകും ചമ്മന്തിയില്ലേ, ഒരു 3 ഉള്ളി, അതുപോലെ 2 പച്ചമുളക്, ഒരു ചെറിയ പീസ് പുളി, കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും ഇട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ട് അത് ഇതിൽ കൂടെ കൂട്ടിയാലും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഓക്കെ, ബൈ.